ശ്രുതിയെ ഞാൻ ഏറ്റവും അവസാനം ശ്രദ്ധിക്കുന്നത് ആ ഹമ്മിങ്ങിൻ്റെ ലിറിക്സ് എഴുതിയ സമയത്ത് ഒരു ലിറിസിസ്റ്റായിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഹമ്മിങ്ങോട് കൂടിയാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് തമാശയ്ക്ക് വേണ്ടിയിട്ട് ചില സിറ്റുവേഷൻസൊക്കെ രണ്ടുപേര് തമ്മിൽ കാണുകയാണെങ്കിൽ നേരത്തെ അവർ പരിചയം ഉണ്ടായിരിക്കാം, അതൊരു ആണും പെണ്ണും ആണെങ്കിൽ അവർക്കിടയിൽ ഒരു കഥ ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരെ പരിചയപ്പെടുമ്പോൾ ഉടനെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് മ്യൂസിക് ഇടട്ടെ എന്ന് ചോദിക്കും, എന്നിട്ട് ഇതിടും അപ്പൊ തന്നെ ഒരു നൊസ്റ്റ് അടിച്ച് എന്തോ ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് വളരെ രസകരമായ ലിറിക്സോടുകൂടി ശ്രുതി വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലലല ലിറിക്സ് ആക്കിയ സാധനത്തിൽ തുടങ്ങാം. അയ്യോ, അതിന്റെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ചമ്മലാണ്. കാരണം ഞാനിപ്പോഴും അത് ഒരു സീരിയസ് ആയിട്ട് ആൾക്കാരെ എടുക്കുന്ന ഒരു വിഷയം നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ കമന്റ്സ് കണ്ടപ്പോൾ ആക്ച്വലി ഭയങ്കര കുറെ ആൾക്കാർ റിലേറ്റ് ഒക്കെ ചെയ്യുന്നു. ഞാൻ ഒട്ടും ലിറ്ററേച്ചറിൽ ഒരു തരത്തിലും ഒരു അടുക്കാത്ത ഒരു വ്യക്തിയാണ്. എന്തായാലും ഞാൻ പാടാം. ലാ 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 വിധി തന്നിഴലായി പ്രിയനേ നീയങ്ങു പോയി കണ്ണീരിൽ ഞാനുമേകയായി ദൂരേക്കുമാഞ്ഞു നീ ഹൃദയം നിറയെ സ്നേഹം തരുമോ മറുജന്മമെങ്കിലും. ജോൺസൺ മാഷ്, ലതിക ടീച്ചർ, പ്രിയദർശൻ എല്ലാം. അതെ, ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ നിന്ന് മാറാത്തൊരു ഹമ്മിങ് ആയിരിക്കും. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ഞാൻ ചോദിക്കണ്ട, എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു സംഗതിയാണ്. പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ മാറാം എന്ന് തോന്നിയത് ഏത് മൊമെന്റിലാണ്? ഞാൻ വേറെ കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹിന്ദിയിലൊക്കെ ഇത് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ ആരും ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ വെരി റാൻഡംലി നമുക്ക് എല്ലാ മ്യൂസിക്കിനും ഇപ്പോൾ ഇത് ഇറക്കിയതിന് ശേഷം താഴെ കമന്റ്സിൽ ഇപ്പോൾ ചിത്രത്തിലെ BGM അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര്, നമുക്ക് എല്ലാത്തിനും ആക്ച്വലി ലിറിക്സ് എഴുതാൻ പറ്റില്ല. ചിലതില് വേർഡ്സ് വന്നാൽ ചിലപ്പോൾ അരോചകമാവാം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ തീം കുറച്ച് ഒരു ഇങ്ങനെ മേ ബി ഒരു മലയാളം ലിറിക്സ് വന്നാൽ മോശമായിരിക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ചുമ്മാ അറ്റംപ്റ്റ് ചെയ്താ. ഞാൻ ചെയ്തിട്ട് ഒരാഴ്ചയോളം അത് ഇറക്കാതെ അങ്ങനെ വെച്ചു. വീഡിയോ എല്ലാം എടുത്തിട്ട് എനിക്ക് ഭയങ്കര, കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ വല്ല ചീത്ത പറയുമെന്നൊക്കെ വിചാരിച്ച് ഞാനത് അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഓക്കെ ഇട്ട് നോക്കാം എന്താവുമെന്ന് അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ കുറെ പേർക്ക് ഇഷ്ടമായി. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അതിൽ എനിക്കൊരു ഇതെന്ന് പറയുന്നത് പ്രിയനെ നീ അങ്ങ് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് കൂടുതൽ പ്രിയനെ നീ എങ്ങ് പോയി, കാരണം ആ സിറ്റുവേഷനിൽ അറിഞ്ഞുകൂടല്ലോ, അവർക്ക് രണ്ടുപേരും എവിടെ പോയെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ നീ എങ്ങ് പോയെന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്ങനെയും ആവാം, കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയാമല്ലോ. അതെ, ഞാൻ ലിറ്ററേച്ചറിൽ ആവറേജ് പോലും അല്ല, പ്രത്യേകിച്ച് മലയാളം ലിറ്ററേച്ചറിൽ വളരെ മോശമാണ്. അത് കുറെ പേര് ഭയങ്കര കമന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് ചിരിയും വരുന്നുണ്ട്, എങ്ങനെ ഇത് ഇങ്ങനെയായി എന്നൊക്കെ. അല്ല, അത് എന്താണെന്നറിയോ, എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു സംഗതിയെ നിങ്ങളെടുത്ത് ചെയ്യുമ്പോൾ അവർ വീണ്ടും അത് ഓർക്കാനുള്ള റിലേറ്റഡ് ആയി എന്നുള്ളതാണ്. അതെ, വൈശാലിയിലെ ഇതേപോലെ അവര് തമ്മിലുള്ള റൊമാൻസ് സീനില് ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് തോന്നി. MD സാറിന്റെ സ്ക്രിപ്റ്റിൽ ഒരു വലിയ സിനിമയാണ് അതിൽ ആ ഹമ്മിങ്ങിനും ഇതേപോലെ ശ്രുതിക്ക് ശ്രമിക്കാൻ ഒരു സ്കോപ്പ് ഉള്ളതാണ്. അതെ അതെ അതെ, അങ്ങനെ ആലോചിച്ചില്ല. പിന്നെ നമ്മൾ ഒന്ന് ചെയ്ത് രണ്ടാമതും ചെയ്തു. പിന്നെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോ
കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെയൊക്കെ കുറച്ച് പ്രഷേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് സ്ലോ ആയി. കാരണം നമുക്കിത് ചിലപ്പോൾ എപ്പോഴും ഇതാവണമെന്നില്ല, നമ്മൾ കമ്പൽഡ് ആയി ചെയ്യുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇത് ലതിക ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു. ഓ ഓക്കെ. അപ്പം എത്തേണ്ട അടുത്തൊക്കെ എത്തിയിട്ടില്ലേ? ഓ സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ അതെ, അത് ഭയങ്കര രസമുള്ള പരിപാടിയില്ലേ. നമുക്കിനി ഒറിജിനൽ പാട്ടുകളിലേക്ക് വരാം. ജി വി പ്രകാശിന്റെ അമരലിനെ പാട്ട് പാടിയിട്ട് അതിന്റെ തെലുങ്ക്, കന്നഡ, ഹിന്ദി പാടി, മലയാളവും പാടി. മലയാളവും. അപ്പൊ ഏതാ ഇപ്പൊ പാടുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും മിക്സ് ചെയ്ത് പാടാൻ പറ്റുമോ? ഏറ്റവും ലാസ്റ്റ് റിലീസായ ഒരു സോങ് ഉണ്ട്, അതിന്റെ ഒരു സോളോ ആണ് ആക്ച്വലി. അദ്ദേഹം മരിച്ചതിന് ശേഷം അവർക്ക് ആ അവാർഡ് കൊടുക്കുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ വരുന്ന അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആക്ച്വലി എല്ലാ സോങ്സും മൂവിയിൽ വളരെ ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ ഈ സോങ് കുറച്ചൊരു ഫീൽ ഫാക്ടർ കൂടുതലുള്ള സോങ് ആണ്. അപ്പൊ ആ സോങ് പാടാം. ഈ സോങ്ങിന്റെ ആണ് ഞാൻ തെലുഗു പാടിക്കുന്നത്. ബാക്കി എല്ലാ സോങ്സിനെയും കന്നഡ, ഹിന്ദി, മലയാളമാണ് പാടിക്കുന്നത്. തടിപ്പാവേ ഗാലൈ ഗുണ്ടേ കദിപ്പാവേ ഉദയം വിരസേ ഉദയം വിരസേ സുമവനമേ నువ్వు లేక ఇక కలలేవే ఎదలో కొలువై నువ్వు నిలువే కలవే కలవే తొలి కలవే. ഇതാണ് കലവേ. കലവേക്ക് നമ്മളുടെ ലാംഗ്വേജിൽ കനവേ എന്ന് വിളിക്കുന്ന അതിന്റെ തെലുഗു version. ഹിന്ദിയിൽ എന്തായിരുന്നു? ഹരിതം. ഈ സോങ് സെയിം സോങ് തന്നെ. ഹരിതം ഹരിതം ഹരിതം. കന്നഡയിൽ വന്നപ്പോ കനസേ ഓ കനസേ. അടിപൊളി. എങ്ങനെയാ ജി വി പ്രകാശിലേക്ക് എത്തുന്നത്? സാറിന് വേണ്ടി പ്രോഗ്രാം ചെയ്യണവരും അസിസ്റ്റൻസും ഒക്കെ ആക്ച്വലി കൊച്ചി ബേസ്ഡ് ആയിട്ട് ഉണ്ട്. അശ്വിൻ സത്യ എന്ന് തന്നെ ഒരു പ്രോഗ്രാമർ ആള് മെയിൻ ആണ് ആക്ച്വലി. ജി വി സാറിൻ്റെ കുറേ സോങ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇവിടുത്തെ സിംഗേഴ്സിനെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെയുള്ള കുറേ സിംഗേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. നമ്മളിവിടെ ആക്ച്വലി അവർ കൂടുതലും ചെന്നൈയിലുള്ള സിംഗേഴ്സൊക്കെയാണ് പാടാറ്. ഇവിടെ നമ്മൾ വെച്ച് അവരൊരു അറ്റംപ്റ്റ് നോക്കിയതാ, പക്ഷെ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിനാണെങ്കിലും കേട്ടിട്ട് ഭയങ്കര നല്ല ഒപ്പീനിയൻ ആയിരുന്നു. ഈവൻ ഹിന്ദി ആണെങ്കിലും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, കാരണം ഇവിടെ അത്രയും ടാലൻസ് ഉണ്ട് എന്നത് അവർക്കും ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ പിന്നെ അവര് ഓക്കെ എന്നെല്ലാം ഇവിടുത്തെ സിംഗേഴ്സ് പാട്ട് വെച്ച് അങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈസി അല്ല അങ്ങനെ. അതെ അവിടെ എത്താന്നുള്ളത് ഈസി അല്ല. അതെ.